നമസ്കാരം, ഏവർക്കും കാർമി സൈക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സനീഷ്. ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഒരു ജാതി ബോസിൻ്റെ അണ്ടറിൽ നിന്നും ഞാൻ റിസൈൻ ചെയ്യാനുണ്ടായ ചില ഇൻസിഡൻറ്റുകളാണ്. ആ അനുഭവങ്ങൾ അന്ന് മനസ്സിന് ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കിയെങ്കിലും ആ ദുരനുഭവങ്ങളെ ഞാൻ അതിജീവിച്ചതിൻ്റെ എക്സ്പീരിയൻസും ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാം. ഞാൻ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഒഴിവു സമയങ്ങൾ പങ്കിടുമ്പോൾ എനിക്ക് ബോസിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യേണ്ടി വരികയും ബോസുമായുള്ള സംസാരത്തിന് ശേഷം എനിക്ക് സംഭവിക്കുന്ന ഭാവമാറ്റങ്ങളെക്കുറിച്ച് അന്വേഷിച്ച എൻ്റെ അടുപ്പമുള്ളവരോട് ഇത്തരം ടോക്സിക് അനുഭവങ്ങൾ എനിക്ക് ഷെയർ ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. എൻ്റെ കഴിവിലും ആത്മാർത്ഥതയിലും വിശ്വാസമുള്ള എൻ്റെ വെൽ വിഷേഴ്സ് അപ്പോഴെല്ലാം എന്നോട് ചോദിച്ചത് ഇനിയും എന്തിന് ആ സ്ഥാപനത്തിൽ തന്നെ തുടരുന്നു എന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ എപ്പിസോഡുകൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലും അത്തരമൊരു ചോദ്യം ഉയർന്നിട്ടുണ്ടാകും എന്നെനിക്കറിയാം. അതിൻ്റെ ഉത്തരം ഞാൻ തുടർന്നുള്ള വീഡിയോകളിൽ ഷെയർ ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് ബോസിൻ്റെ സ്ഥാപനത്തിൽ നിന്നും ഞാൻ റിസൈൻ ചെയ്യുന്നതിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തേത് ഒരു അട്രിഷൻ റിപ്പോർട്ട് അഥവാ സ്ഥാപനത്തിൻ്റെ ടേൺ ഓവർ റേഷ്യോ. ലളിതമായി പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു സ്ഥാപനത്തിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നിലവിൽ ജോലി ചെയ്യുന്നതും പിരിഞ്ഞു പോയതുമായ എംപ്ലോയീസിൻ്റെ അനുപാതം, അതാണ് ടേൺ ഓവർ റേഷ്യോ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ പ്രസ്തുത സ്ഥാപനം വിദേശത്തുള്ള ഒരു കമ്പനിയുമായി ലയിക്കുന്നതിനെ കുറിച്ച്. അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ പാരന്റ് കമ്പനിയിലെ ഒരു ലീഡർഷിപ്പ് റെപ്രസെൻറ്റേറ്റീവ് ചുമതല ഏറ്റെടുത്തു. നമുക്ക് അദ്ദേഹത്തെ ബിഗ് ബോസ് എന്ന് വിളിക്കാം. ഹ്യൂമൻ റിസോഴ്സസിലും ഓർഗനൈസേഷൻ ഡിസൈനിലും നിരവധി വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള അദ്ദേഹത്തിന് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ ലഭിക്കുവാൻ അട്രിഷൻ റിപ്പോർട്ട് പോലെ നിരവധി ബേസിക് അനാലിറ്റിക്സ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. ആ കാലയളവിൽ അദ്ദേഹം ആവശ്യപ്പെട്ട വിവരങ്ങളുടെ 90% ക്രോഡീകരണവും പൂർത്തിയാക്കിയത് ഈ ഉള്ളവനെയാണെങ്കിലും മെർജിംഗ് ആൻഡ് അക്വിസിഷൻ പ്രോസസ്സിൻ്റെ ക്രെഡിറ്റ് മുഴുവനും കൊണ്ടുപോയത് ബോസും സബോർഡിനേറ്റുമാണ്. അദ്ദേഹം ഈ റിക്വയർമെന്റ് പറഞ്ഞ ഉടനെ ബോസ് എന്നെ വിളിച്ചു ആ ജോലി ഏൽപ്പിച്ചു. എൻ്റെ അറിവും എനിക്ക് ലഭ്യമായ എല്ലാ ഡാറ്റകളും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വളരെ ഭംഗിയായി ആ റിപ്പോർട്ട് ഒരു പ്രസന്റേഷൻ രൂപത്തിലാക്കി നൽകി. ഡാറ്റ അയച്ച ഉടനെ അതിലുള്ള ചില ഫൈൻഡിങ്സ് അടക്കം ബോസിനെ ബോധിപ്പിക്കാൻ ഞാൻ ബോസിൻ്റെ റൂമിലേക്ക് കയറി ചെന്നുവെങ്കിലും ബോസും സബോർഡിനേറ്റും വേറെ ആരുടെയോ കുറ്റം കണ്ടുപിടിക്കുന്ന തിരക്കിലും ക്യാമറ മോണിറ്റർ ചെയ്യുന്ന തിരക്കിലും ആയതുകൊണ്ട് എന്നെ അവഗണിച്ചു വിട്ടു. ഒരു ബേസിക് ലെവൽ ചെക്ക് പോലും ചെയ്യാതെ ബോസ് ഈ ഡാറ്റ ബിഗ് ബോസിന് അയച്ചു കൊടുത്തു. ആ ഡാറ്റയിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിക്കുന്ന വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ബോസിന്റെ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ആ കാലയളവിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് പിരിഞ്ഞു പോയിരുന്നത്. ഈ ഡാറ്റ ലഭിച്ച ശേഷം ബിഗ് ബോസിനോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന ചോദ്യം ഉന്നയിച്ചു. ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ വളരെ വേഗമായി ഒരു ബേസിക് ചെക്ക് പോലും ചെയ്യാതെ ഞാൻ നൽകിയ റിപ്പോർട്ട് ബിഗ് ബോസിന് അയച്ചു കൊടുത്ത ബോസ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയത് ബിഗ് ബോസ് ചോദ്യം ചെയ്തതിന് ശേഷമാണ്. ബോസിന്റെ കൊള്ളരുതായ്മ കൊണ്ടും ഇന്റേണൽ പൊളിറ്റിക്സ് ഉപയോഗിച്ചും അബ്യൂസ് ചെയ്തും ആളുകളെ പറഞ്ഞു വിടുമ്പോൾ ബോസ് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പാര അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന്. ബോസ് എന്നെ റൂമിൽ വിളിപ്പിച്ചു. ഞാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് തെറ്റാണെന്ന് സമർത്ഥിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഞാനും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു ആർഗ്യുമെന്റിന് സ്കോപ്പ് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് ടെക്നിക്കുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വളരെ ശാന്തനായി എൻ്റെ അനലിറ്റിക്സ് കറക്റ്റാണെന്ന് ബോസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ മാക്സിമം ട്രൈ ചെയ്തു. പിന്നീട് ഞാൻ അറിഞ്ഞ ഒരു വസ്തുത എന്തെന്നാൽ ബിഗ് ബോസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ബോസ് പറഞ്ഞത് ഈ റിപ്പോർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ സനീഷിന് പറഞ്ഞു കൊടുത്തു. പക്ഷെ സനീഷ് ചെയ്തപ്പോൾ അയാളുടെ കെയർലെസ്നെസ് കൊണ്ട് അതിൽ തെറ്റുപറ്റിപ്പോയി എന്നാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണെന്ന് നമ്മുടെ ബോസിനോട് ഇപ്പോൾ ചോദിച്ചാലും എൻ്റെ തല വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മുങ്ങലല്ലാതെ വേറെ ഒരു വഴിയും നമ്മുടെ ബോസിന് ഉണ്ടാകില്ല. കാരണം ബോസിന് ഇന്നും അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല.
ഒടുവിൽ ഞാൻ ഫോർമുലയൊക്കെ ക്രിയേറ്റ് ചെയ്തു വെച്ച എക്സൽ എന്നോട് അയച്ചു കൊടുക്കാൻ ബോസ് ആവശ്യപ്പെടുകയും സബോർഡിനേറ്റിനെ കൊണ്ട് റിയൽ ഡാറ്റയിൽ മാനിപ്പുലേഷൻ വരുത്തി ബോസ് സേഫ് ആകുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ബിഗ് ബോസിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനുശേഷം ബോസ് പല കാര്യങ്ങളിൽ നിന്നും എന്നെ അകറ്റി നിർത്തി. ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന നിലയിൽ ബോസ് ഒരു സൈനിങ് അതോറിറ്റി ആയതുകൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങൾക്കും ബോസിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അതിന് പോലും അനുവദിക്കാതെ എൻ്റെ ജോലി വരെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് ബോസിൻ്റെ അൺപ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് എന്നെ എത്തിച്ചു. ഈ ഇൻസിഡൻറ്റും ഇതിനെ തുടർന്നുണ്ടായ ഇതേ രീതിയിലുള്ള ചില ഇൻസിഡൻറ്റുകളും എൻ്റെ വ്യക്തിത്വത്തെയും എൻ്റെ അഭിമാനത്തെയും തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അനുഭവപ്പെട്ടതുകൊണ്ട് ഈ കമ്പനിയിൽ ഇനി തുടരുന്നതിൽ അർത്ഥമില്ല എന്ന ചിന്തയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. ഞാൻ വളരെയധികം അപമാനിക്കപ്പെട്ട മറ്റൊരു ഇൻസിഡൻറ്റ് ഒരു ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ടതാണ്. ഹ്യൂമൻ റിസോഴ്സസിൽ എൻ്റെ കരിയർ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇടം പിടിച്ച ഒരു ഫംഗ്ഷനായിരുന്നു എംപ്ലോയി ഇൻഷുറൻസ്. ഇൻഷുറൻസ് കോട്ട്, വിവിധ ഇൻഷുറൻസ് ഏജൻസ്, കമ്പനികൾ, TPA തുടങ്ങിയവരുമായുള്ള ബാർഗെയിനിങ്, അവരുമായുള്ള ലൈസണിംഗ് വർക്ക് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കാര്യപ്രാപ്തിയോടെ ഞാൻ ചെയ്തു വന്നിരുന്നു. ഇൻഷുറൻസ് റിന്യൂവൽ സമയമായപ്പോൾ ഞാൻ വിവിധ കമ്പനികളിൽ നിന്നും വളരെ കോമ്പറ്റീറ്റീവായ കോട്ടുകൾ എടുത്തു നൽകിയെങ്കിലും എനിക്ക് ഈ മേഖലയിൽ പ്രാവീണ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ ആ പ്രോസസ്സിലേക്ക് അധികം ഉൾപ്പെടുത്താതെ ബോസിനും മാനേജ്മെൻറ്റിനും സ്വീകാര്യനായ ഒരു വെൻഡറിൻ്റെ അത്രയൊന്നും ഫ്ലെക്സിബിൾ ആൻഡ് അട്രാക്റ്റീവ് അല്ലാത്ത കോട്ട് അംഗീകരിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു മേജർ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട ഒരു എംപ്ലോയി ഇൻഷുറൻസ് ക്ലെയിം രൂപപ്പെടുന്നു. വെൻഡറുടെ കാര്യക്ഷമയില്ലായ്മയും പോളിസി റിന്യൂവൽ സമയത്തെ കൃത്യമായ ഇടപെടലില്ലായ്മയും മൂലം പ്രസ്തുത എംപ്ലോയിക്ക് പൂർണ്ണമായ ക്ലെയിം കിട്ടുന്നില്ല. അതുമൂലം മാനേജ്മെൻറ്റിന് സ്ഥാപനത്തിൽ നിന്നും ഈ എംപ്ലോയിക്ക് കുറച്ച് അധികം തുക നൽകേണ്ടി വരുന്നു. മാനേജ്മെൻറ്റ് നമ്മുടെ ബോസിനെ ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ ജാള്യതയിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും എൻ്റേതാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് എൻ്റെ ടീം മെമ്പേഴ്സിൻ്റെയും ജൂനിയേഴ്സിൻ്റെയും കൂടി മുന്നിൽ വെച്ച് എന്നെ വളരെയധികം അപമാനിക്കുന്ന രീതിയിൽ ബോസ് പെരുമാറി. സമൂഹത്തിൽ ഒരു വിധത്തിലുള്ള സംസ്കാരവും സാമാന്യ മര്യാദയും പാലിക്കാത്ത മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന പ്രത്യേക വിഭാഗം ആളുകൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവർത്തികളുമാണ് ബോസ് എനിക്ക് നേരെ പ്രയോഗിച്ചത്. ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടും എൻ്റെ തല്ലാത്ത തെറ്റിന് ഞാൻ മാത്രം പഴി കേൾക്കേണ്ടി വന്നത് എൻ്റെ മനസ്സിനെ ഒരുപാട് നൊമ്പരപ്പെടുത്തി. അന്ന് തന്നെ ഞാൻ ആ സ്ഥാപനത്തിൽ നിന്നും റിസൈൻ ചെയ്യാൻ തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രസിദ്ധ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റും പുരോഗമനവാദിയുമായ മാൽക്കോം എക്സിൻ്റെ വാക്കുകൾ പലപ്പോഴും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. If someone put their hands on you, make sure they never put their hands on anybody else again. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. This is Karmic Cycle by Sanish, signing off.